ഹലോ ഗേസ്, അപ്പം ഞാനിന്നൊരു വാട്ടേ ഈറ്റിൻ്റെ ഡേ ആയിട്ടാണ് വന്നത്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ചപ്പാത്തിയും മീൻകറി ആയിരുന്നു. അങ്ങനെ രാവിലത്തെ ഫുഡും കഴിച്ച് അതിൻ്റെ ഇടയ്ക്ക് പിന്നെ ഞങ്ങളൊരു ഏത്തപ്പഴം എടുത്തു കേട്ടോ. ആളിങ്ങനെ കൈമുക്കി കാണിക്കുന്നത് ആൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള പഴയ ഏത്തപ്പഴമാണ്. അങ്ങനെ പൊളിച്ച് ഞാൻ ആളുടെ കയ്യിൽ കൊടുത്തു. എനിക്ക് തരത്തില്ലായിരിക്കുമെന്ന് ഞാൻ വിചാരിച്ചത്. പക്ഷേ എൻ്റെ ഇരിപ്പ് കണ്ടിട്ടാണോ എന്തോ എൻ്റെ നോട്ടം കണ്ടിട്ടാണോ എന്തോ അറിയത്തില്ല, ആളെനിക്കും തന്നു കേട്ടോ. അങ്ങനെ പിന്നെ ഞങ്ങൾ രണ്ടുപേരോടാണ് അത് കഴിക്കുന്നത്. പിന്നെ ഞങ്ങൾ കഴിക്കുന്നത് ഉച്ചയ്ക്കാട്ടോ. ഉച്ചയ്ക്ക് ഇന്ന് ചോറിൻ്റെ കൂടെ പരിപ്പ് കറിയും പയറിൻ്റെ മെഴുക്കുവരട്ടിയും പിന്നെ കൊഞ്ച് തീയലും ചാള വറുത്തതും ഒക്കെ ആയിരുന്നേ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിക്കാൻ വേണ്ടിയിട്ട്. ഞങ്ങൾ രണ്ടുപേരോട് ഒരുമിച്ചിരുന്ന കേട്ടോ ഇന്ന് കഴിക്കാനിരുന്നത്. പിന്നെ ഞാൻ ചോറൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് നേരെ വന്നതൊരു പൂവമ്പഴം കഴിക്കാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ. പൂവമ്പഴം കഴിച്ച് കഴിഞ്ഞ് പിന്നെ നമ്മളൊന്നും കഴിച്ചില്ലേ. ഒരു 3 മണിയൊക്കെ ആയപ്പോഴത്തേക്കും ഞാനൊരു മാംഗോസ്റ്റിൻ എടുത്തുകൊണ്ട് വന്ന് പൊട്ടിച്ച്. അപ്പോൾ ഇങ്ങനെ നോക്കിയിരിക്കുന്നുണ്ടെങ്കിലും ഉത്തുവിന് മാംഗോസ്റ്റിനൊന്നും അങ്ങനെ ഇഷ്ടമല്ല കേട്ടോ. അപ്പോൾ എൻ്റെ തോട് എൻ്റെ കയ്യിൽ നിന്ന് താഴെ പോയപ്പോഴത്തേക്കും ആ മാംഗോസ്റ്റിൻ മുഴുവനായിട്ട് പോയെന്നുള്ള സന്തോഷത്തെ ആൾ കൈകൊട്ടിയിരിക്കുക കേട്ടോ. പിന്നാണ് മനസ്സിലായത് അത് മൊത്തം താഴെ പോയില്ല എന്ന്. പക്ഷേ ഇങ്ങനെ വഴുവഴുക്കുന്ന സാധനങ്ങളൊന്നും ആളധികം ഒന്നും കഴിക്കാറില്ല കേട്ടോ. പക്ഷേ ഇതിന് നല്ല മധുരം ഉണ്ടായിരുന്നു. ജസ്റ്റ് ചുമ്മാ ഒരെണ്ണം ആ വായിലോട്ട് വെച്ച് കൊടുത്തതേ ഉള്ളൂ, കഴിച്ച് നോക്കുകയെന്നും പറഞ്ഞുകൊണ്ട്. പക്ഷേ എങ്കിൽ ആൾക്കത് ഒരുപാട് ഇഷ്ടമായി കേട്ടോ. അങ്ങനെ ആളത് ഫിനിഷ് ചെയ്തേ. പിന്നെ നമ്മളൊരു 5 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് കട്ടൻ ചായയും മിച്ചറും എടുത്തു കേട്ടോ. നല്ല ടേസ്റ്റായിരുന്നു. കട്ടൻ ചായയ്ക്കും മിച്ചറിനും നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. ഞാനങ്ങനെ കട്ടൻ ചായ അധികമായിട്ട് കുടിക്കുന്ന ആളല്ല, മോളും അങ്ങനെ കുടിക്കാറില്ല. പിന്നെ എന്തോ ഇന്ന് വൈകുന്നേരം ക്ലൈമറ്റൊക്കെ നല്ല മഴയൊക്കെ ഉള്ളൊരു സമയം ആയതുകൊണ്ട് കഴിച്ചെന്നേ ഉള്ളേ. പിന്നെ നമ്മൾ വൈകുന്നേരം വിളക്കൊക്കെ കത്തിച്ച് കുറച്ച് നേരം നാമമൊക്കെ ചൊല്ലിയേ. അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഒരു ആപ്പിളും കുറച്ച് ഓറഞ്ചും കൂടെ എടുത്തുകൊണ്ട് വന്ന് പൊളിച്ചിരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുവാണ്. അപ്പോൾ ഇവിടെ നിന്ന് ഞാൻ ചോദിച്ചുകൊണ്ടിരിക്കുക, പഠിക്കേണ്ടായോ എന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുക. അന്നേരം ആ സംസാരം മാറാൻ വേണ്ടിയിട്ട് ആളെന്നോട് പറയാം, ആപ്പിളിനകത്ത് കുരുവില്ലമ്മേ, ഓറഞ്ചിനകത്തേ കുരുവുള്ളൂ എന്നൊക്കെയാണ് എന്നോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതൊക്കെ കേട്ട് ഞാൻ ചിരിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. പിന്നെ കുറച്ച് നേരം പാട്ടൊക്കെ ഇട്ട് കൊടുത്ത് ഡാൻസ് കളിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ആൾ ഡാൻസ് കളിക്കുന്ന വീഡിയോ ആണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ ഡാൻസ് കളി വലിയൊരു കരച്ചിലാവുന്നുണ്ട് കേട്ടോ. എന്തിനാണെന്ന് വെച്ചാൽ ഇങ്ങനെ കളിച്ച് ആൾ ഇരുന്ന് നോക്കുമ്പോഴാണ് ആ താഴെ കാണുന്ന കബോർഡ് മൊത്തം പേന വെച്ച് കുത്തി വരച്ചേക്കുന്നത്. അന്നേരം ഞാനതിന് നല്ല വഴക്ക് പറഞ്ഞു കേട്ടോ. എൻ്റെ അടുത്തോട്ട് വന്ന് കിടന്ന് കരയുക. ഇങ്ങനെയൊക്കെ ആയാലും വഴക്കൊക്കെ പറഞ്ഞാൽ ആൾ എന്നെ കെട്ടിപ്പിടിച്ചേ കരയത്തോളൂ കേട്ടോ. എന്നിട്ട് ഞാൻ പറയാം, എന്നെ കെട്ടിപ്പിടിക്കേണ്ട, ദൂരോട്ട് മാറിയിരുന്നാൽ മതി, കുരുത്തക്കേട് കാണിക്കുന്ന ആൾക്കാർ എന്നെ കെട്ടിപ്പിടിക്കേണ്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ. അന്നേരം ഞാൻ പിന്നെ ചോദിക്കും, എനിക്ക് പാവം തോന്നിയപ്പോൾ ഞാൻ പിന്നെ ചോദിച്ചു, ഇനി അങ്ങനെ ചെയ്യുമോ എന്നൊക്കെ ചോദിച്ചപ്പോൾ ഇല്ല, ഇനി അങ്ങനെ ചെയ്യത്തില്ല എന്ന് പറഞ്ഞേ. അപ്പോൾ അനിയത്തി അത് വീഡിയോ എടുക്കുന്ന കണ്ടുകൊണ്ട് ആൾക്ക് നാണക്കേടായിട്ട് ആൾ മുഖം മറച്ചു വെച്ചേക്കുക കേട്ടോ. അതെല്ലാം കഴിഞ്ഞിട്ട് ആളുടെ സ്നേഹപ്രകടനമാണ് അത്. പിന്നെ കുറച്ച് നേരത്തേക്ക് എന്നോട് ഭയങ്കര ഇഷ്ടമായിരിക്കും കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. ടാറ്റാ, ബൈ ബൈ.